ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിൽ ഹീറോസ് മാത്രമേ ഉള്ളൂ, വില്ലൻ ഒരാൾ പോലും ഇല്ല. ഒരു റെസ്റ്റോറൻറ്റ്, തിരക്കേറിയ റെസ്റ്റോറൻറ്റ്, ലഞ്ച് സമയം. 4 സീറ്റുള്ള ടേബിൾസാണ്. 2 പിള്ളേർ ഇരിക്കുന്നുണ്ട്, യങ്സ്റ്റേഴ്സ്. ഓപ്പോസിറ്റിൽ 2 പോലീസുകാർ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് വെയിറ്റർ വന്ന് ചോദിക്കുമ്പോൾ ഈ പിള്ളേർക്ക് മീൽസ് മതി എന്ന് പറയും, പോലീസുകാർക്ക് വേറെ എന്തോ സാധനങ്ങൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ വെയിറ്റർ പറയും, പിള്ളേരുടെ മീൽസ് വേഗം വരൂ കേട്ടോ സാറേ, ഇത് കുറച്ച് നേരം എടുക്കും, കിച്ചൺ കുറച്ച് ബിസിയാണെന്ന് പറയുമ്പോൾ പോലീസുകാർ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന്. എന്നിട്ട് ഇവർ ഇങ്ങനെ വെയിറ്റർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ പിള്ളേരും പോലീസൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ പോലീസിൻ്റെ വാക്കി ടോക്കി അടിക്കും. എന്നിട്ട് അതിൽ മെസ്സേജ് വരികയാണ് അവർക്ക് എവിടേക്കോ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാർ വേഗം വെയിറ്ററിനെ വിളിച്ചിട്ട് പറയും, അതെ ഓർഡർ ക്യാൻസൽ ചെയ്തേക്ക്, ഞങ്ങൾക്ക് പോവാറായി. അപ്പോൾ ഈ പിള്ളേർ പറയും, അയ്യോ സാറേ കഴിക്കാണ്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ സാരില്ല, സമയമില്ല, ഞങ്ങളുടെ ആഹാരം വരാൻ വൈകൂലോ എന്ന് പറയുമ്പോൾ ഈ പിള്ളേർ പറയും, അയ്യോ അത് സാറേ അത് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ഞങ്ങളുടെ മീൽസ് കഴിച്ചോ, ഞങ്ങൾ ആദ്യം പറഞ്ഞോളാം ഞങ്ങളുടെ മീൽസ് എന്ന് പറയും. അങ്ങനെ പോലീസുകാർ ഈ പിള്ളേരുടെ മീൽസ് കഴിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ പോലീസുകാർ ഓർഡർ ചെയ്തില്ലേ, അത് വെയിറ്റർ പറയും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കിച്ചണിൽ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഈ പിള്ളേർ പിന്നെ കഴിക്കുന്നത്. പൈസ കൊടുക്കാനുള്ള സമയമാകുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഉടമൻ, ഹൂസ് സിറ്റിംഗ് അറ്റ് ദ ക്യാഷ് കൗണ്ടർ, ഹീ സേസ് ടു ദ യങ് ബോയ്സ്, കുട്ടികളെ നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ കാശ് എനിക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. പോലീസുകാർ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നില്ലെങ്കിൽ പട്ടിണി കടന്നു പോയേനെ. ഇത്ര നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അനുമോദിച്ച് ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കില്ല. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതിലെന്താ ഇപ്പോൾ വലിയ കാര്യമുള്ളതെന്ന്. ഒന്ന്, സ്ഥലകാല ബോധം ഓഫ് ദ ബോയ്സ്. അവർക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് വേഗം പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തു, ഈ പോലീസുകാർ അവരുടെ ഡ്യൂട്ടിക്ക് പോകണേക്കാട്ടും പോകുമ്പോൾ പട്ടിണി കിടന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇല ഇപ്പം തന്നെ ആ പോലീസുകാർക്ക് വെച്ച് കൊടുത്തിട്ട് അവർ കഴിച്ചു. അപ്പോൾ അവർ അങ്ങനെ ഹീറോസായി. പോലീസ് പിന്നെ ഹീറോസ് ആണല്ലോ. പിന്നെ ഹോട്ടൽക്കാർ, അവരും ഹീറോസാണ്. അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ ഈ പിള്ളേരുടെ ആഹാരം ഫ്രീ ആക്കി കൊടുക്കാൻ, പക്ഷെ അവർ ചെയ്തില്ലേ. അപ്പോൾ ഹോട്ടൽ ഉടമസ്ഥനും ഹീറോസാണ്. ഈ കഥയിലെ എല്ലാവരും ഹീറോസാണ്. ഇറ്റ്സ് സ്റ്റോറീസ് ലൈക്ക് ദിസ് ദാറ്റ് മേക്ക് യുവർ ഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കഥ. അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിവേ, വിഷ് യു ഓൾ എ ഹാപ്പി വീക്കെൻഡ്. ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം.